ഒരു 100 ഗ്രാം ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകിയതിന് ശേഷം നോർമൽ വാട്ടറിലേക്ക് ഇട്ട് നന്നായി കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. പാൻ ചൂടായതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ക്യാരറ്റെല്ലാം നന്നായി ഒന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുതിരാനായിട്ട് വെച്ചിരിക്കുന്നത് ചൗവരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്റ്റൗ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടാക്കി കൊടുക്കാം. പായസം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അര ഗ്ലാസ് പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയും കാഷ്യൂ നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം.